അതെ. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സഖാക്കളെ, നമ്മുടെ തലയ്ക്ക് മുകളിൽ ആകാശം കാർമേഘാവൃതമായി ഉരുണ്ടുകൂടുകയാണ്. ഈ പന്തലിൻ്റെ നേരെ താഴെ ഇരിക്കുന്നവർ ഭാഗ്യവാന്മാരും ഭാഗ്യവതികളുമാണ്. അവർക്ക് തൽക്കാലം മഴയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മുടെ പ്രിയങ്കരനായ മാധ്യമപ്രവർത്തകൻ TM ഹർഷൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തിനൊരു ചെറിയ വഴി വിട്ടുകൊടുത്താൽ. ഹർഷൻ ഇവിടെ സ്വാഗതം പറഞ്ഞതാണെങ്കിലും അദ്ദേഹം ഇപ്പോഴാണ് എത്തിയതെന്നുള്ളതുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി അദ്ദേഹത്തിന് ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. ആമുഖമായി ഇവിടെ സൂചിപ്പിച്ചതുപോലെ ആദ്യമായി പത്തനംതിട്ട DYFIയുടെ കേരള സംസ്ഥാന സമ്മേളനത്തിന് ആതിഥേയത്വം അരുളുകയാണ്. DYFI എന്ന 4 അക്ഷരങ്ങൾ യാതൊരു മുഖവുരയും ആവശ്യമില്ലാത്ത വിധം വർത്തമാനകാല കേരളീയ സാമൂഹ്യ ജീവിതത്തിൻ്റെ പരിച്ഛേദമായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിൻ്റെ യൗവനമാണ് DYFI. മറ്റ് യുവജന സംഘടനകൾക്ക് പ്രാവർത്തികമാക്കാൻ പോയിട്ട് സ്വപ്നം കാണാൻ പോലുമാകാത്ത മഹത്തായ ഉത്തരവാദിത്വങ്ങളാണ് ഓരോ ദിനവും DYFI ഏറ്റെടുത്ത് മുൻപോട്ട് പോകുന്നത്. കേരളത്തിൻ്റെ രക്തദാതാക്കളാണ് DYFI. കേരളത്തിലെ ഏറ്റവും മികച്ച സന്നദ്ധ സംഘടനയും പരിസ്ഥിതി കൂടിയാണ് DYFI. ഒരു കാലത്ത് കേരളത്തിൽ ഏറ്റവും ഗൗരവമായി ചർച്ച ചെയ്യപ്പെട്ടിരുന്നത് എൻഡോസൾഫാൻ കീടനാശിനി ദുരിതം വിതച്ച ഉത്തര മലബാറിലെ ജീവിത പ്രശ്നങ്ങൾ, ജനങ്ങളുടെ പ്രശ്നങ്ങളായിരുന്നു. ആ ഘട്ടത്തിൽ എൻഡോസൾഫാൻ എന്ന മാരകമായ കീടനാശിനി, ജീവനാശിനി, മനുഷ്യജീവിതങ്ങളെ നശിപ്പിച്ച് കളയുന്ന ആ കൊടും വിഷം നിരോധിക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ DYFI ഒരു നിയമയുദ്ധം നടത്തുകയുണ്ടായി. ആ നിയമയുദ്ധം DYFI ഏറ്റെടുത്ത് നടത്തിയപ്പോൾ DYFIയെ എതിർത്ത് കോടതിയിൽ നിന്നത് നമ്മുടെ രാജ്യത്തിന് തന്നെ വില പറയാൻ ശേഷിയുള്ള കീടനാശിനി നിർമ്മാതാക്കളായ എക്സൽ ഗ്രൂപ്പും ആ എക്സൽ ഗ്രൂപ്പിന് സർവ്വ പിന്തുണയുമായി ഇന്ത്യ ഗവൺമെൻറ്റുമാണ്. ഇന്ത്യ ഗവൺമെൻറ്റിനും കീടനാശിനി കമ്പനിക്കുമെതിരായി നടത്തിയ ഐതിഹാസികമായ നിയമയുദ്ധം, ആ നിയമയുദ്ധത്തിനൊടുവിൽ ഈ രാജ്യത്തു നിന്നും എൻഡോസൾഫാൻ എന്ന മനുഷ്യജീവിതത്തിന് ഹാനികരമായ, മനുഷ്യജീവന് ഹാനികരമായ ആ കീടനാശിനിയെ എന്നേക്കുമായി നിരോധിച്ച് ഉത്തരവിറക്കാൻ സുപ്രീം കോടതിയെ കൊണ്ട് ആ തീരുമാനമെടുപ്പിക്കാൻ DYFI നടത്തിയ നിയമയുദ്ധത്തിന് സാധിച്ചു. പിറ്റേ ദിവസം മാതൃഭൂമി ദിനപത്രം കോടതിയുടെ ഈ വിധിയെ ശ്ലാഘിച്ചുകൊണ്ട് ഇതൊരു വലിയ രാജ്യചരിത്രത്തിലെ മഹത്തായ നേട്ടമാണ് എന്നഭിപ്രായപ്പെട്ടുകൊണ്ട് ഒരു മുഖപ്രസംഗം എഴുതി. പക്ഷേ ആ മുഖപ്രസംഗത്തിൻ്റെ പ്രത്യേകത ഈ മഹത്തായ വിധിയിലേക്ക് സുപ്രീം കോടതിയെ നയിച്ച ഈ കീടനാശിനി ലോബിയും ആ കീടനാശിനി ലോബിക്ക് വേണ്ടി നിലപാട് സ്വീകരിച്ച ഇന്ത്യ ഗവൺമെൻറ്റുമായി കോടതിയിൽ ഏറ്റുമുട്ടി ഈ വിധി നേടിയെടുത്ത സംഘടനയുടെ പേര് ആ മുഖപ്രസംഗത്തിലുണ്ടായിരുന്നില്ല. ബാക്കിയെല്ലാം ഉണ്ട്. ആ സംഘടന ഏതാണ് എന്നറിയുമായിരുന്നില്ല. നമ്മുടെ ഈ സെമിനാറിൻ്റെ വിഷയം മാധ്യമ വാർത്തകളുടെ നിറഭേദങ്ങൾ എന്നാണ്. DYFI ഓരോ ദിവസവും ഏറ്റെടുക്കുന്ന പ്രവർത്തനങ്ങൾ സാധാരണ നിലയിൽ അവിശ്വസനീയമെന്ന് വിശേഷിപ്പിക്കാവുന്നത്ര വൈപുല്യമാർന്ന പദ്ധതികളാണ്. കോവിഡ് മഹാവ്യാധി ഒരു പുതിയ സാഹചര്യം സൃഷ്ടിച്ചപ്പോൾ മനുഷ്യജീവിതം സ്തംഭിച്ചു പോയ ഒരു ഘട്ടത്തിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് കരുത്തു പകരാൻ കേരളത്തിലെ DYFI ഓരോ വീടുകളും കയറിയിറങ്ങി പഴയ പത്രക്കടലാസുകളും മറ്റ് ആക്രി സാധനങ്ങളുമെല്ലാം ശേഖരിച്ച് അതെല്ലാം തൂക്കി വിറ്റ് DYFI പ്രവർത്തകർ കൂലിപ്പണിക്ക് പോയി അവരുടെ കൂലി സമാഹരിച്ച് ഒത്തുകൂട്ടി ഇങ്ങനെയെല്ലാം സമാഹരിച്ച 11 കോടി രൂപയാണ് കേരളത്തിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് സംഭാവന ചെയ്തത്. ചരിത്രത്തിൽ ഇതിന് തുല്യമായ മറ്റൊരു പ്രവർത്തനം കാണാനാവില്ല മറ്റൊരു സംഘടനകൾക്കും. കേരളത്തിൽ പേരിനാണെങ്കിലും കുറേ സംഘടനകളുണ്ട്.
ഇപ്പൊ ഡിവൈഎഫ്ഐ 11 കോടി രൂപ ഇങ്ങനെ സമാഹരിച്ച് കൊടുക്കുമ്പോൾ ഇവിടുത്തെ യൂത്ത് കോൺഗ്രസ് എത്ര രൂപ കൊടുത്തു എന്നത് അറിയാനുള്ള അവകാശം കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. അതാരും പറഞ്ഞിട്ടില്ല. എന്താണ് പറയാത്തത്? ഇത്തരമൊരു പ്രവർത്തനം നടത്തിയ സംഘടനയെ കണിശമായും കേരളത്തിലെ മാധ്യമങ്ങൾ അഭിനന്ദിക്കേണ്ടതാണ്. അങ്ങനെ അഭിനന്ദിച്ചിട്ടുണ്ടോ? ഡിവൈഎഫ്ഐ 11 കോടി രൂപ സമാഹരിച്ച് കൊടുക്കുമ്പോൾ നാണം മറയ്ക്കാനെങ്കിലും ഒരു 100 രൂപ കൊടുക്കാൻ യൂത്ത് കോൺഗ്രസിന് കഴിയേണ്ടതാണ്. പക്ഷേ അതിനുള്ള ജീവൻ അവശേഷിക്കാത്തത് കൊണ്ട് അവർക്കതിന് സാധിച്ചിട്ടില്ല. ഇതൊക്കെ വർത്തമാനകാല കേരളീയ സാമൂഹ്യ ജീവിതത്തിൽ നാം തിരിച്ചറിയുന്ന യാഥാർത്ഥ്യങ്ങളാണ്. ഈ യാഥാർത്ഥ്യങ്ങളുടെ മുൻപിലാണ് നമ്മുടെ മാധ്യമങ്ങൾ സ്വീകരിക്കുന്ന നിലപാടുകളെയും നമുക്ക് പരിശോധിക്കേണ്ടി വരും. ഞാനത് വളരെയേറെ സമയമെടുത്ത് സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല. തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ കാലാവസ്ഥ നമ്മുടെ മുൻപിൽ ഒരു ചെറിയ പ്രയാസം സൃഷ്ടിക്കുമെന്ന തോന്നലാണ് ഇപ്പോഴുള്ളത്. മാധ്യമപ്രവർത്തനത്തിൻ്റെ ഇന്നലകളിലേക്ക് എത്തി നോക്കിയാൽ, മാധ്യമപ്രവർത്തനത്തിൻ്റെ ഇന്നലകൾ എന്ന് പറഞ്ഞാൽ ടെലിവിഷൻ ചാനലുകളും നവമാധ്യമങ്ങളും ആധുനിക മാധ്യമ സങ്കേതങ്ങളുമെല്ലാം സമീപകാലത്ത് വന്നതാണ്. പണ്ട് പത്രങ്ങളാണ്, അല്ലെങ്കിൽ അങ്ങനെ 1 or 2 മാധ്യമ ഉപാധികളെയാണ് മാധ്യമങ്ങൾ എന്ന വാക്കുകൊണ്ട് നാം അടയാളപ്പെടുത്തിയത്. അപ്പോൾ അങ്ങനെ ഒരു ഭൂതകാല ചരിത്രത്തിലേക്ക് എത്തി നോക്കിയാൽ മഹത്തായ ഒരു പൈതൃകമാണ് മാധ്യമങ്ങൾക്കുള്ളത്. അടിച്ചമർത്തപ്പെട്ട ജനവിഭാഗങ്ങളുടെ നാവായി സാമൂഹ്യ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുത്ത, ജനവിരുദ്ധമായ അധികാര കേന്ദ്രങ്ങളെ നിർഭയം ചോദ്യം ചെയ്ത, അങ്ങനെ ചോദ്യം ചെയ്യുന്നതിൻ്റെ ഭാഗമായി എല്ലാ ദുരന്തങ്ങളെയും നേരിടേണ്ടി വന്ന അനുഭവമാണ് ലോകത്തിലെ മാധ്യമങ്ങൾക്കുള്ളത്. അമേരിക്കൻ ഐക്യനാടുകളിലെ ആദ്യത്തെ പത്രമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് പബ്ലിക് ഒക്കുറൻസ് ആണ്. 1690 അത്രേ അത് പുറത്തിറങ്ങിയത്. എന്ന് വെച്ചാൽ 330 കൊല്ലം മുമ്പ്. ഞാനിവിടെ അത് പരാമർശിക്കാൻ കാരണം 1690 സെപ്റ്റംബർ 25 അമേരിക്കയിൽ ബെഞ്ചമിൻ ഹാരിസിന്റെ പത്രാധിപത്യത്തിൽ ആ പത്രം പുറത്തിറങ്ങുന്നു. തൊട്ടടുത്ത ദിവസം തന്നെ അത് അടച്ചുപൂട്ടി സീൽ ചെയ്ത് എഡിറ്ററെ പിടിച്ച് ജയിലിടുകയാണ് ചെയ്യുന്നത്. ഇതാണ് ലോകത്തിലെ മാധ്യമ പ്രവർത്തനത്തിന്റെ ചരിത്രം. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഭരണകൂടത്തിന്റെ അധികാരിവർഗത്തിന്റെ വേട്ടയാടലുകളെ നേരിടേണ്ടി വന്ന, നിരന്തരമായ അടിച്ചമർത്തലുകളെ നേരിടേണ്ടി വന്ന, അങ്ങനെ അടിച്ചമർത്തപ്പെടുമ്പോഴും ആക്രമിക്കപ്പെടുമ്പോഴും അടിച്ചമർത്തപ്പെടുന്ന ജനവിഭാഗങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്താൻ ധൈര്യം കാണിച്ച, ആർജവം കാണിച്ച അസൂയാവഹമായ കരുത്തിന്റെ പാരമ്പര്യമാണ് ലോകത്തിലെ മാധ്യമ ചരിത്രം, ആദ്യകാല മാധ്യമ പറയാനുള്ളത്. ഒരുപാട് അനുഭവങ്ങളുണ്ട് അതിന്റെ തുടർച്ചയിൽ. ലോകത്തിലെ എല്ലാ രാജ്യങ്ങൾക്കുമുണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ പത്രമേത് എന്ന് പബ്ലിക് സർവീസ് കമ്മീഷൻ ഒരു പരീക്ഷയിൽ ചോദിച്ചാൽ എല്ലാ കുട്ടികളും ഉത്തരമെഴുതും ബംഗാൾ ഗസറ്റ്. അതാണ് ഇന്ത്യയിലെ ആദ്യത്തെ പത്രം. 1780 ബംഗാൾ ഗസറ്റ് പ്രസിദ്ധീകരണം ആരംഭിക്കുന്നത്. ഐറിഷുകാരനായ ജെയിംസ് അഗസ്റ്റസ് ഹിക്കി ആയിരുന്നു അതിന്റെ പത്രാധിപർ. ബംഗാൾ ഗസറ്റിന്റെ ചരിത്രം നമ്മോട് പറയുന്നത് 1780 ആരംഭിച്ച പത്രം 82 അടച്ചുപൂട്ടി ഹിക്കിയെ പിടിച്ച് ജയിലിലിട്ടു. അതാണ് പത്രത്തിന്റെ ചരിത്രം. ലോകത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ദിനപത്രം എന്നറിയപ്പെടുന്ന ഒരു ജർമ്മൻ പത്രമാണ്. നിയോ റൈനർ സൈത്തങ് എന്നാണ് ആ പത്രത്തിന്റെ പേര്. സാക്ഷാൽ കാറൽ മാർക്സ് ആയിരുന്നു അതിന്റെ പത്രാധിപർ. 1847 ആ പത്രം പ്രസിദ്ധീകരണം ആരംഭിച്ചത്. കഷ്ടിച്ചൊരൊറ്റ കൊല്ലം, ഒരു കൊല്ലമാണ് ആ പത്രം പ്രസിദ്ധീകരിച്ചത്. അടച്ചുപൂട്ടി. എല്ലാ സാധന സാമഗ്രികളും എടുത്ത് മാർക്സിനും തന്റെ വലം കൈയായി പത്രത്തെ മുന്നോട്ട് നയിച്ച എംഗൽസിനും ചെയ്യേണ്ടി വന്നു. പിന്നീട് എംഗൽസ് എഴുതുന്നുണ്ട്, ഞങ്ങൾ ഞങ്ങളുടെ കോട്ട ഉപേക്ഷിച്ച് പോവുകയാണ്. അങ്ങനെ പോകാൻ ഞങ്ങൾ നിർബന്ധിതരായി. പക്ഷേ കോട്ട ഉപേക്ഷിച്ച് പോകുമ്പോഴും ഞങ്ങൾ ഞങ്ങളുടെ പടക്കോപ്പുകളുമായാണ് പോകുന്നത്. ഞങ്ങൾ തിരികെ വരും. അതാണ് ആ അവസാനത്തെ ലക്കം. ഭരണകൂടത്തിന്റെ വേട്ടയാടലിനെ തുടർന്ന് പ്രസിദ്ധീകരണം അവസാനിപ്പിക്കേണ്ടി വന്ന അവസാനത്തെ ലക്കം കടും ചുവപ്പ് നിറത്തിലാണ് അച്ചടിച്ചത്. ആ ലക്കത്തിലാണ് നമ്മൾ പലപ്പോഴും ഉദ്ധരിക്കാറുള്ള വിഖ്യാതനായ ജർമ്മൻ കവി ഫ്രൈലി ഗ്രാത്തിന്റെ വിശ്വപ്രസിദ്ധമായ ആ കവിത അച്ചടിച്ചു വന്നത്. അതിന്റെ മലയാള തർജ്ജമ നമ്മളെപ്പോഴും ഉദ്ധരിക്കാറുള്ളതാണ്. തിരിച്ചു വന്നിടാത്ത ദൂരയാത്ര അല്ലിതൻ സഖാക്കളെ എന്നാരംഭിക്കുന്ന കവിത. അത് അടച്ചുപൂട്ടപ്പെട്ട ലോകത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ദിനപത്രത്തിന്റെ അവസാന ലക്കത്തിൽ അച്ചടിച്ചതാണ്. ഈ അനുഭവമാണ് എല്ലായിടത്തും ഉള്ളത്. ഇപ്പൊ കേരളത്തിലേക്ക് വന്നാൽ സ്വദേശാഭിമാനി കേരളത്തിന്റെ മാധ്യമ ചരിത്രത്തിൽ സവിശേഷമായ ഇടമുള്ള ഒരു പത്രമാണ് എന്ന് ഞാൻ പറയേണ്ടതില്ല. ഭയകൗടില്യ ലോഭങ്ങൾ വളർക്കില്ലൊരു നാടിനെ എന്നെഴുതിയ
ദൈവം തെറ്റു ചെയ്താൽ അതും റിപ്പോർട്ട് ചെയ്യുമെന്ന് സധൈര്യം പ്രഖ്യാപിച്ച സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയോട് ചില കാര്യങ്ങളിൽ വിയോജിപ്പ് പുലർത്തേണ്ടതായി വരും. പക്ഷേ മലയാള മാധ്യമ പ്രവർത്തന രംഗത്തെ ഒരു സുപ്രധാനമായ നാഴികക്കല്ലാണ് സ്വദേശാഭിമാനി പത്രം എന്ന കാര്യത്തിൽ സംശയമില്ല. 1905 സ്വദേശാഭിമാനി പ്രസിദ്ധീകരണം ആരംഭിക്കുന്നത്. 1910 അടച്ചുപൂട്ടി. പത്രാധിപർ രാമകൃഷ്ണപിള്ളയെ നാഗർകോവിലേക്ക് നാടുകടത്തുകയും ചെയ്തു. ഈ അനുഭവങ്ങളാണ് നമ്മുടെ പത്രത്തിന്റെ നാൾ വഴി. 1924 മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ് അൽ അമീൻ എന്ന പത്രം പ്രസിദ്ധീകരണം ആരംഭിക്കുന്നത്. ബ്രിട്ടീഷ് വിരുദ്ധ സമരം കൊടുമ്പിരിക്കൊള്ളുന്ന ഒരു ഘട്ടത്തിലാണ്. അതിന് മറ്റൊരു ചരിത്ര പശ്ചാത്തലം കൂടിയുണ്ട്. 1921 ഐതിഹാസികമായ മലബാർ സമരം നടക്കുമ്പോൾ അന്ന് നല്ല പ്രചാരമുണ്ടായിരുന്ന ദിനപത്ര ദീപികയും മലയാള മനോരമയും നല്ല നഗ്നമായ ബ്രിട്ടീഷ് വിധേയത്വമാണ് പുലർത്തിയിരുന്നത്. ഇപ്പൊ പലർക്കും അത് വിശ്വാസയോഗ്യമാകുമെന്ന് എനിക്കറിയില്ല. 1921 സെപ്റ്റംബറിൽ 1921 മലബാർ സമരം നടക്കുന്ന ഘട്ടത്തിൽ ദീപിക ദിനപത്രത്തിലെ മുഖപ്രസംഗത്തിൽ വന്ന ഒരു വരി ഇങ്ങനെയാണ്: നീതിപൂർവം വർത്തിക്കുന്ന ബ്രിട്ടീഷ് പതാക സർവോത്കർഷേണ പാറിപ്പറക്കട്ടെ. ഇതാണ് ഏത് സമയത്ത് ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരായി സ്വാതന്ത്ര്യ സമരത്തിന്റെ രണഭൂമിയിൽ സമർപ്പിത മനസ്സോടെ സ്വന്തമെന്ന വാക്കുമറന്ന് ഒരു ജനത പൊരുതുമ്പോഴാണ് ഈ രാജ്യത്തെ ഈ മലയാളത്തിലെ ഒരു പത്രം പറയുന്നത് ബ്രിട്ടീഷ് പതാക സർവോത്കർഷേണ പാറട്ടെ എന്നാണ് പറയുന്നത്. അതായിരുന്നു കാലഘട്ടം. പക്ഷെ അന്ന് മാതൃഭൂമി ഉണ്ടായിരുന്നില്ല. മാതൃഭൂമി 1923 പ്രസിദ്ധീകരണം ആരംഭിക്കുന്നത്. പക്ഷേ ദേശീയ ദിനപത്രം എന്ന ലേബലോടെ പ്രസിദ്ധീകരണം ആരംഭിക്കുമ്പോഴും മലബാർ സമരത്തിന്റെ പശ്ചാത്തലത്തിൽ മലബാർ സമരത്തെ തള്ളിപ്പറയുന്ന, മലബാർ സമരസേനാനികളെ ഇകഴ്ത്തി കാണിക്കുന്ന വാർത്തകൾ സ്ഥിരമായി മാതൃഭൂമിയിലും വരുമായിരുന്നു. അതിന് മറുപടി പറയാനാണ് കൂടിയാണ് ഒരർത്ഥത്തിൽ അബ്ദുറഹിമാൻ സാഹിബ് അൽ അമീൻ പത്രം ആരംഭിക്കുന്നത്. അതവിടെ നിൽക്കട്ടെ. 1924 ആരംഭിച്ച പത്രം 1939 അടച്ചുപൂട്ടുകയാണ് ചെയ്യുന്നത്. അബ്ദുറഹിമാൻ സാഹിബ് ജയിലിൽ അടക്കപ്പെടുകയും ചെയ്തു. ഇതാണ് ചരിത്രം. സാമൂഹ്യ നവീകരണത്തിന് വേണ്ടി അടിച്ചമർത്തപ്പെടുന്നവരുടെ പക്ഷം നിന്ന് ജനവിരുദ്ധ അധികാരത്തെ ചോദ്യം ചെയ്ത എല്ലാ പത്രങ്ങളും പത്രാധിപന്മാരും ക്രൂരമായ അടിച്ചമർത്തലിന് വിധേയരായിട്ടുണ്ട്, തുറങ്കിലടയ്ക്കപ്പെട്ടിട്ടുണ്ട്, നാടുകടത്തപ്പെട്ടിട്ടുണ്ട്, പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. 1891 സുജനാ നന്ദിനി പ്രസിദ്ധീകരണം ആരംഭിക്കുന്നത്. നമ്മുടെ കൊല്ലത്തു നിന്നാണ്. പറവൂർ കേശവനാശാൻ പത്രാധിപർ ജാതീയതയ്ക്കെതിരായി, തെക്കൻ കേരളം എന്നൊക്കെ പറഞ്ഞാൽ അന്ന് കേരളമില്ല, പക്ഷെ ഇന്നത്തെ തെക്കൻ കേരളത്തിൽ ജാതീയതയ്ക്കെതിരായ പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കാൻ സന്നദ്ധമായത് സുജനാ നന്ദിനിയാണ്. ആ പത്രം ആപ്പീസ് അടക്കം ചുട്ടുകരിക്കപ്പെട്ടു എന്നതാണ് കേരളത്തിന്റെ ചരിത്രം. ആ ദുരന്താനുഭവത്തിന്റെ പ്രതിഷേധമായാണ് കുമാരനാശാൻ ഉദ്ബോധനം എന്ന കവിത എഴുതുന്നത്. ഉദ്ബോധനത്തിൽ വളരെ ഭംഗിയായി അദ്ദേഹം തന്റെ പ്രതിഷേധം വരച്ചിടുന്നുണ്ട്. മുറിവേൽപ്പിക്കലും ധൂർത്തർ പത്രം ചുട്ടുകരിക്കലും മുഷ്കിന്നു കീഴടങ്ങാതെ മരിപ്പോളം തടുക്കുവിൻ. ഇതാണ് ആശാന്റെ വരികൾ. പത്രം ചുട്ടുകരിക്കലും എന്നെഴുതിയത് കൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഈ പത്രത്തെ തന്നെയാണ്. അപ്പോ അടച്ചുപൂട്ടിയ പത്രങ്ങൾ, ചുട്ടുകരിച്ച പത്രങ്ങൾ, നാടുകടത്തപ്പെട്ട പത്രാധിപന്മാർ, ഇതെല്ലാം ജനങ്ങളോടുള്ള പ്രതിബദ്ധതയുടെ അടയാളമായാണ് ചരിത്രത്തിൽ വായിച്ചെടുക്കാനാവുക. ഞാൻ പറഞ്ഞു വന്ന ആദ്യകാല മാധ്യമ പ്രവർത്തനത്തിന് കൃത്യമായ ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു. ആ ലക്ഷ്യം സാമൂഹ്യ നവീകരണമായിരുന്നു. അനീതികൾക്കെതിരെ സന്ധി ചെയ്യാത്ത പോരാട്ട വീറായിരുന്നു. അതാണ് അടിത്തറ. പിന്നീട് ഇത് മാറുന്നുണ്ട്. എങ്ങനെയാണ് മാറുന്നത്? ഈ ഭൂതകാലത്തിന്റെ ഗാംഭീര്യത്തെ ഓർമ്മിക്കുമ്പോൾ തന്നെ വർത്തമാനകാലത്തിന്റെ പ്രതിലോമതയെ നമുക്ക് പരാമർശിക്കാതിരിക്കാൻ, കാണാതിരിക്കാൻ ആവില്ല. സമീപകാലത്ത് നോം ചോംസ്കി പറയുന്നുണ്ട്, ലോകമെമ്പാടുമുള്ള മുഖ്യധാരാ മാധ്യമങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദോഷം അവയുടെ ഇടതുപക്ഷ വിരുദ്ധ മനോഭാവമാണ് എന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ ഇടതുപക്ഷ വിരുദ്ധ മനോഭാവം ഉണ്ടാവുന്നത്? എന്തുകൊണ്ടാണ് അങ്ങനെ വരാൻ കാരണം? ഇപ്പൊ കേരളം നിങ്ങൾ നോക്കൂ. കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ അഥവാ മുഖ്യധാരാ മാധ്യമങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്
രാഷ്ട്രീയ പാർട്ടിയുടെ മുഖപത്രങ്ങളല്ലാത്ത മാധ്യമങ്ങൾ, ഇപ്പൊ ദേശാഭിമാനിയോ ചന്ദ്രികയോ വീക്ഷണമോ ജനയുഗമോ ജന്മഭൂമിയോ ഒക്കെ രാഷ്ട്രീയ പാർട്ടികളുടെ മുഖപത്രങ്ങളാണ്. എന്നാൽ ഞങ്ങൾക്ക് അങ്ങനെ പ്രകടമായ രാഷ്ട്രീയമില്ല, ഞങ്ങൾ സ്വതന്ത്രരാണ്, ഞങ്ങൾ നിഷ്പക്ഷരാണ് എന്ന നിലപാട് ഉയർത്തിപ്പിടിക്കുന്നവരാണ് മലയാള മനോരമയും മാതൃഭൂമിയും മറ്റും. ഈ മാധ്യമങ്ങൾ സദാ ഇടതുവിരുദ്ധ മനോഭാവം പ്രകടിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾ ആലോചിച്ചു നോക്കൂ. എന്നെങ്കിലും ഒരിക്കൽ മലയാള മനോരമ ദിനപത്രം കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ നേതൃത്വമായ CPIM-നെ അല്ലെങ്കിൽ DYFI-യെ അഭിനന്ദിക്കുന്ന ശ്ലാഘിക്കുന്ന ഒരു വാർത്ത എഴുതിയിട്ടുണ്ടോ? ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഈ നാടാകെ സ്തംഭിച്ചു പോയ കോവിഡ് മഹാവ്യാധിയുടെ ഘട്ടത്തിൽ എന്തു ചെയ്യണമെന്നറിയാതെ യുവജന സംഘടനകൾ വീട്ടിലിരുന്നപ്പോ സ്വന്തം ജീവൻ പോകുന്നെങ്കിൽ പോകട്ടെ എന്ന് ഇറങ്ങി ഞാൻ ഈ പറഞ്ഞ സന്നദ്ധ പ്രവർത്തനത്തിനെല്ലാം നേതൃത്വം കൊടുത്ത് 11 കോടി സമാഹരിച്ചു DYFI. ഇത് മാതൃകാപരമായ പ്രവർത്തനമാണെന്ന് ആരെങ്കിലും എഴുതിയോ? എന്താ എഴുതാതിരുന്നത്? എന്തുകൊണ്ടാണ് എഴുതാതിരുന്നത്? ഇങ്ങനെ എത്രയോ പ്രവർത്തനങ്ങൾ. എൻഡോസൾഫാൻ നിരോധിക്കപ്പെട്ടപ്പോൾ മാതൃഭൂമി അതിനെ ശ്ലാഘിച്ച് മുഖപ്രസംഗം എഴുതുമ്പോൾ ആ മുഖപ്രസംഗത്തിൽ DYFI എന്ന 4 അക്ഷരം വരാതിരിക്കാൻ കാണിച്ച ഒരു ജാഗ്രതയുണ്ട്. അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? നമ്മൾ ഇവരോട് എന്തെങ്കിലും ദ്രോഹം ചെയ്തിട്ടുണ്ടോ? മനോരമക്കാരന്റെ കയ്യിൽ നിന്ന് കാശ് കടം വാങ്ങിയിട്ട് DYFI തിരിച്ചു കൊടുക്കാതിരുന്നിട്ടുണ്ടോ? അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ലല്ലോ. പിന്നെന്താണ് ഈ ശത്രുതയുടെ അടിസ്ഥാനം? എന്നെങ്കിലും ഒരിക്കൽ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നാൽ വിഷം കുടിച്ച് ആത്മഹത്യ ചെയ്യുമെന്നാണ് മനോരമയുടെ പഴയൊരു പത്രാധിപർ പറഞ്ഞത്. 1957 അദ്ദേഹത്തിന്റെ കണക്കുകൂട്ടലുകളെ തെറ്റിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നു. അദ്ദേഹത്തിന് പക്ഷേ ആത്മഹത്യ ചെയ്യേണ്ടി വന്നില്ല, കാരണം 1954 അദ്ദേഹം മരിച്ചുപോയിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പിന്തുടർച്ചക്കാർ ആത്മഹത്യ ചെയ്യുക എന്ന മുൻ നിലപാടിൽ നിന്ന് ഇത്തിരി മാറി വിഷം കുടിക്കാതെ എല്ലാ വാർത്തകളിലും അല്പാൽപ്പം വിഷം കൂടി ചേർത്ത് മലയാളികൾക്ക് കൊടുത്തു കളയാമെന്ന തീരുമാനം കൈക്കൊള്ളുകയാണ് പിന്നീട് ചെയ്തത്. അതിന്റെ ഇരകളായി മലയാളത്തിലെ പത്രവായനക്കാർ മാറുകയാണ്. എന്താണ് അടിസ്ഥാന പ്രശ്നം? എന്താ പ്രശ്നം? ഇപ്പൊ കേരളിനെ കുറിച്ച് ഇങ്ങനെ നിരന്തരം വിവാദം ചർച്ച നടക്കുകയല്ലേ. ഒരു 10 കൊല്ലം മുൻപ് ബഹുമാന്യനായ ഉമ്മൻചാണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കുമ്പോ ഒരു അതിവേഗ റെയിൽ പദ്ധതിയെ കുറിച്ച് ആലോചിച്ചു. അന്നതിനെ ശ്ലാഘിക്കുകയായിരുന്നു, അന്നതിന് സർവ പിന്തുണയും കൊടുക്കുകയായിരുന്നു. ജപ്പാനിലെ ഫ്യൂജി പർവ്വതത്തിന്റെ പശ്ചാത്തലത്തിൽ ചീറിപ്പായുന്ന ഒരു ബുള്ളറ്റ് ട്രെയിനിന്റെ ചിത്രമെടുത്ത് മലയാള മനോരമ ഓൺലൈനിൽ ഒരു വാർത്ത കൊടുത്തു. ആ വാർത്തയുടെ തലക്കെട്ട് നമുക്കും വേണ്ടേ അതിവേഗ ട്രെയിൻ. മലയാളിയോട് ചോദിക്കുകയാണ്, ഈ ജപ്പാൻകാർക്ക് മാത്രം മതിയോ? നമുക്കും വേണ്ടേ? വേണം. നമുക്കും അതിവേഗ ട്രെയിൻ എന്ന ചോദ്യം ആ ചോദ്യത്തോടൊപ്പം തന്നെ ഒരു ഉത്തരത്തെയും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ആ ഉത്തരം നമുക്കും വേണം എന്നാണ്. ആ ട്രെയിനാണ് നമ്മുടെ ഉമ്മൻചാണ്ടി കൊണ്ടുവരാൻ പോകുന്നത്. അതാണ്, മനസ്സിലായില്ലേ? എന്നിട്ട് അതിന്റെ ഗുണഗണങ്ങൾ എഴുതുകയാണ് മനോരമ. 2012 എഴുതിയ വാർത്തയെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അതിൽ പറയുകയാണ്, ജപ്പാനിൽ ബുള്ളറ്റ് ട്രെയിൻ വന്നതോടെ സാമൂഹ്യ ജീവിതമാകെ മാറി, നഗര കേന്ദ്രീകൃതമായ ജീവിതത്തിന് ഒരു മാറ്റമുണ്ടായി. ഗ്രാമങ്ങളിൽ നിന്ന് ആളുകൾക്ക് നഗരത്തിൽ വന്ന് ജോലി ചെയ്ത് വൈകിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോവാം. അപ്പൊ ആളുകൾ എല്ലാവരും കൂടി തിങ്ങി നഗരത്തിൽ കൂടേണ്ട കാര്യമില്ല. മാത്രവുമല്ല, ഇതിന് പരിസ്ഥിതി മലിനീകരണം ഇല്ല, ഇത് പ്രകൃതി സൗഹൃദമാണ് എന്നൊക്കെ പറഞ്ഞ് ഇത് എത്രയും പെട്ടെന്ന് വേണം എന്ന പ്രചാരവേലയാണ് ഏറ്റെടുത്തത്. മാതൃഭൂമി ദിനപത്രം 1-ാം പേജിൽ പ്രസിദ്ധീകരിച്ചു, തിരുവനന്തപുരം കാസർകോട് 142 മിനിറ്റ്. ഇതാണ് വാർത്തയുടെ ഹെഡിങ്. വലിയ മാറ്റം വരാൻ പോകുന്നു. തിരുവനന്തപുരത്ത് നിന്ന് നിങ്ങൾക്ക് കാസർകോട്ടെത്താൻ 142 മിനിറ്റ് മതി. മാതൃഭൂമിയാണ് നമ്മളോട് പറഞ്ഞത്. ആ മാതൃഭൂമി ഇപ്പൊ ചോദിക്കുകയാണ്, ഇത്ര തിടുക്കത്തിൽ എന്തിനാണ് ആളുകൾ ഇങ്ങനെ തിരുവനന്തപുരത്ത് നിന്ന് കാസർകോട്ട് പോകേണ്ടത്? അതിന്റെ മറുപടി മലയാളത്തിൽ പറഞ്ഞാൽ മതിയാവില്ല എന്നതുകൊണ്ട് ഞാനിപ്പോ അതിലേക്ക് കടക്കുന്നില്ല. ആ വാർത്തയിൽ മാതൃഭൂമി എഴുതുകയാണ്, ഇതിന്റെ പ്രാഥമിക സർവേ നടപടികൾ പുരോഗമിക്കുന്നു, കല്ലിട്ട് കഴിഞ്ഞു. അന്ന് കല്ലിട്ടാൽ അത് നല്ല കല്ലിടലാണ്, ഇന്ന് കല്ലിട്ടാൽ അത് ചീത്ത കല്ലിടലാണ്. ഇതെന്തേ ഇങ്ങനെ കേരളത്തിലെ മാധ്യമങ്ങൾ നിലപാട് സ്വീകരിക്കുന്നു? ഇതെന്തൊരു മനോഭാവമാണ്? ചിലർ കരുതും ഇതെന്തോ വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടം. അങ്ങനെയൊന്നുമല്ല. മാധ്യമ പ്രവർത്തകരും നമ്മളും തമ്മിൽ വല്ല ശത്രുതയുണ്ട്? ഈ മാധ്യമ മാനേജ്മെന്റും നമ്മളും തമ്മിൽ വല്ല ശത്രുതയുണ്ട്? ഒരു ശത്രുതയില്ല. ഇടയ്ക്ക് മൂടി വെക്കുന്ന ചില വാർത്തകളെ കുറിച്ച് ചിലപ്പോൾ നമ്മൾ പറയും. ഇതിനിടയിൽ
നമ്മുടെ പ്രമുഖ മാധ്യമങ്ങൾ നമ്മുടെ മുൻപിൽ തരാത്ത ചില വാർത്തകളുണ്ട്. അത് വിപണിയിൽ വിലക്കയറ്റം സൃഷ്ടിക്കുന്നതിന് നിയമവിരുദ്ധമായി ഇടപെട്ടതിനെ തുടർന്ന് ചില ടയർ കമ്പനികൾക്കൊക്കെ കൂടി 1700 കോടി രൂപ പിഴയടയ്ക്കാൻ സുപ്രീം കോടതി വിധിച്ചു. അതിലേതാണ്ട് 700 കോടിയോളം രൂപ പിഴയടയ്ക്കേണ്ടി വന്നത് MRF ടയർ കമ്പനിക്കാണ്. ആ വിവരം മനോരമ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? ആ വിവരം മാതൃഭൂമികളോട് പറഞ്ഞിട്ടുണ്ടോ? ആ വിവരത്തെക്കുറിച്ച് വൈകുന്നേരം ഏതെങ്കിലും ഒരു ടെലിവിഷൻ ചാനൽ ചർച്ച നടത്തിയിട്ടുണ്ടോ? ഈ രാജ്യത്തെ ജനങ്ങളെ കൊള്ളയടിക്കുന്നതിന് നിയമവിരുദ്ധമായ നിലയിൽ ഗൂഢാലോചന നടത്തിയതിന് മലയാളത്തിലെ ഒരു പ്രമുഖ മാധ്യമ സ്ഥാപനത്തിനു കൂടി പങ്കാളിത്തമുള്ള MRF ടയർ കമ്പനി 700 കോടിയോളം രൂപ പിഴയടിക്കേണ്ടി വരുന്നു. ഇത് ധാർമ്മികതയാണോ? ഇതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം? വല്ല ചർച്ച നടന്നോ? പറഞ്ഞോ? ഇല്ല. അപ്പൊ ഇത് മൂടി വയ്ക്കപ്പെടുന്ന വാർത്തയാണ്. അത്തരം വാർത്തകളെ കുറിച്ച് നമ്മൾ ചിലപ്പോൾ പറഞ്ഞു വന്നിരിക്കും. അതിൽ ചിലപ്പോൾ വന്നേക്കാം. അതിനപ്പുറം വേറെന്താ പ്രശ്നം? ഇത് വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങളുടെ പ്രശ്നമല്ല. ഇത് അത്തരത്തിലുള്ള ശത്രുതയുടെയോ പകയുടെയോ പ്രശ്നമല്ല. ഇതിന്റെ പിന്നിലുള്ളത് രാഷ്ട്രീയമാണ്. നാം അത് കാണണം. എന്താണ് ആ രാഷ്ട്രീയം? ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, നോം ചോംസ്കി മാധ്യമങ്ങളുടെ ഇപ്പോഴത്തെ സാർവദേശീയ തലത്തിലെ സ്വഭാവ വിശേഷതയെക്കുറിച്ച് പറഞ്ഞത്. അദ്ദേഹം അത് എന്തുകൊണ്ട് എന്ന് വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, മാധ്യമ മുതലാളിമാരുടെ മൂലധന താല്പര്യങ്ങളാണ് അതിന് കാരണം. പണ്ട് മാധ്യമങ്ങൾ സാമൂഹ്യ നവീകരണം ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നത് പോലെ അല്ല ഇപ്പോ മാധ്യമ പ്രവർത്തനം ഒരു വ്യവസായം കൂടിയാണ്. ഇത് വലിയ മുതൽ മുടക്കുള്ളൊരു വ്യവസായമായി മാറിയിരിക്കുന്നു. ലാഭം പ്രതീക്ഷിച്ചുകൊണ്ട് വൻതോതിൽ പലരും മുതൽ മുടക്കുന്ന ഒരു വ്യവസായമായി മാധ്യമ പ്രവർത്തന രംഗം മാറി. ഇപ്പോ വൻകിട കോർപ്പറേറ്റുകൾക്കൊക്കെ സ്വന്തമായി മാധ്യമങ്ങളുണ്ട്. ഇപ്പൊ ഓരോ മാധ്യമ സ്ഥാപനം നോക്കിയാൽ അവർ ഒരേ സമയം മാധ്യമ സ്ഥാപനവുമാണ്, ഒരു കോർപ്പറേറ്റ് ഹൗസുമാണ്. പല വ്യവസായങ്ങളുമുണ്ട്. ബ്ലേഡ് കമ്പനി നടത്തുന്നുണ്ടാവാം, ടയർ കമ്പനി നടത്തുന്നുണ്ടാവാം, അങ്ങനെ പലതും നടത്തുന്നുണ്ടാവാം. ആ വ്യവസായ ഭീമന്റെ ഒരു വ്യവസായ സ്ഥാപനമാണ് മാധ്യമം. ഈ കോർപ്പറേറ്റ് ഹൗസുകൾക്ക് കേന്ദ്ര ബഡ്ജറ്റിൽ വർഷം തോറും ലക്ഷക്കണക്കിന് കോടി രൂപയുടെ ഇളവ് കൊടുക്കുകയാണ്. മുൻപൊക്കെ 5 ലക്ഷം കോടി വരെ കൊടുത്തിരുന്നു. ചില വർഷങ്ങളിൽ അതിലും കൂടുതൽ കൊടുത്തിട്ടുണ്ട്. ഈ ലക്ഷം കോടി എന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് എണ്ണം പ്രയാസമായിരിക്കും. 5 എന്ന് എഴുതിയിട്ട് 12 പൂജ്യം ഇടണം, അപ്പൊ കിട്ടും ലക്ഷം കോടി. 5 ലക്ഷം കോടി നമ്മളൊന്നും ജീവിതത്തിൽ കണ്ടിട്ടില്ല, എന്നല്ല സ്വപ്നം കണ്ടിട്ടില്ല. സ്വപ്നത്തിനൊക്കെ ഒരു ലിമിറ്റ് ഇല്ലേ? അതിനപ്പുറത്തുള്ള സംഖ്യയാണ്. ഇതാണ് ഇന്ത്യ ഗവൺമെന്റ് കോർപ്പറേറ്റ് ഹൗസുകൾക്ക് കൊടുക്കുകയാണ്, സൗജന്യം ഇളവ് കൊടുക്കുകയാണ്. അപ്പോഴാണ് സായിനാഥ് എന്ന ദേശീയ പ്രശസ്തനായ മാധ്യമ പ്രവർത്തകൻ ആധികാരികമായ കണക്കുകളുടെ പിൻബലത്തോടെ ഒരിക്കൽ പറഞ്ഞു, ഇങ്ങനെ വർഷാവർഷം ഇന്ത്യയിലെ കോർപ്പറേറ്റുകൾക്ക് ഈ ഇളവിന്റെ 5-1 തുക, ക്ഷമിക്കണം 7-1 തുക മാറ്റിവെച്ചാൽ ഇന്ത്യയിലെ മുഴുവൻ മനുഷ്യർക്കും APL BPL വ്യത്യാസമില്ലാതെ ആവശ്യമായത്ര അരിയും ഗോതമ്പും 1 കിലോഗ്രാമിന് 3 രൂപ നിരക്കിൽ നൽകാൻ സാധിക്കും. ഇതാണ് കണക്ക്. എന്ന് വെച്ചാൽ പിന്നെ റേഷൻ കടയൊന്നും വേണ്ട. പൊതുവിപണിയിൽ അരിയുടെയും ഗോതമ്പിന്റെയും വില 3 രൂപയായി മാറും ഇന്ത്യയിലെമ്പാടും. പിന്നീട് ഒരു ഇന്ത്യക്കാരനും പട്ടിണി കിടന്ന് മരിക്കേണ്ടി വരില്ല. പട്ടിണി മരണങ്ങൾ ഇല്ലാത്ത രാജ്യമായി ഇന്ത്യ മാറും. എന്തുകൊണ്ടാണ് ഇന്ത്യ ഗവൺമെന്റ് അങ്ങനെ ചിന്തിക്കാത്തത്? അങ്ങനെ ചിന്തിക്കണമെന്നതാണ് ഇന്ത്യൻ ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയം. CPIM ആവശ്യപ്പെടുന്നത്, ഇടതുപക്ഷം ആവശ്യപ്പെടുന്നത്, DYFI ആവശ്യപ്പെടുന്നത് ഈ രാജ്യത്തെ ജനങ്ങളെ പട്ടിണിക്കിട്ട് കൊല്ലുന്ന നയങ്ങൾ മാറണം. കോർപ്പറേറ്റ് വൽക്കരണം അവസാനിപ്പിക്കണം. ഇതാണ് നയം, ഇതാണ് ആവശ്യം. എന്നാൽ അത് കേന്ദ്ര ഗവൺമെന്റ്, ഇപ്പോഴത്തെ BJP ഗവൺമെന്റ് ചെവിക്കൊള്ളുന്നില്ല. ഇതിനു മുൻപുള്ള കോൺഗ്രസ് ഗവൺമെന്റും ചെവിക്കൊണ്ടിട്ടില്ല. കോൺഗ്രസ് ഗവൺമെന്റിന്റെ അതേ നയമാണ് BJPയും സ്വീകരിക്കുന്നത്. നയങ്ങൾ തമ്മിൽ വ്യത്യാസമില്ല. കോർപ്പറേറ്റ് വൽക്കരണത്തിന്റെ പ്രയോക്താക്കളായി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കോൺഗ്രസും BJPയും നിൽക്കുകയാണ്. എതിർക്കുന്ന കൂട്ടർ ഇടതുപക്ഷം മാത്രമാണ്. ഇടതുപക്ഷം നാളെ ഇന്ത്യയിൽ അധികാരത്തിൽ വരുമെന്ന് ഇപ്പോൾ ആരും കാണുന്നില്ല. പക്ഷെ അധികാരത്തിൽ വന്നില്ലെങ്കിലും ഇപ്പൊ 2004 നിങ്ങൾ നോക്കൂ, 44 MP-മാരുണ്ടായിരുന്നു CPIM-ന്. ഇടതുപക്ഷത്തിന് 61 MP-മാരുണ്ടായിരുന്നു. അന്ന് UPA ഗവൺമെന്റിൽ സ്വാധീനം ചെലുത്താൻ ഇടതുപക്ഷത്തിന് കഴിയുമായിരുന്നു. അങ്ങനെയാണ് കോമൺ മിനിമം പ്രോഗ്രാം ഉണ്ടായത്. അതുപോലെ നിർണായക സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഒരു കരുത്ത് ഇന്ത്യയിലെ ഇടതുപക്ഷത്തിന് ആർജിക്കാൻ കഴിഞ്ഞാൽ
ഈ കോർപ്പറേറ്റ് പ്രീണന നയം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനാവില്ല. അപ്പോഴോ പ്രമുഖ മാധ്യമങ്ങളുടെ ഉടമകൾ ഈ കോർപ്പറേറ്റ് നയത്തിന്റെ ഭാഗമായി വർഷാവർഷം കേന്ദ്ര ഗവൺമെന്റ് ബഡ്ജറ്റിൽ നൽകുന്ന ഇളവ് കൈനീട്ടി വാങ്ങുന്നവരാണ്. നമ്മൾ കണ്ടോളാം, പല മാധ്യമ മുതലാളിയും കോർപ്പറേറ്റ് വൽക്കരണ നയത്തിന്റെ ഗുണഭോക്താക്കളാണ്. ഇതിനെ എതിർക്കുന്നതാകെ ഇടതുപക്ഷം മാത്രമാണ്. അതുകൊണ്ട് ഈ സാമ്പത്തിക കാരണങ്ങളാൽ തന്നെ ഇടതുപക്ഷത്തെ എതിർക്കുക എന്നത് നമ്മുടെ പ്രമുഖ മാധ്യമങ്ങളുടെ ദൗത്യമായി തീരുന്നുണ്ട്. ഞാൻ വിശദീകരിക്കുന്നില്ല. ഈ മൗലികമായ പ്രശ്നം കൂടി ഉൾച്ചേർന്നിട്ടുണ്ട് എന്ന് നമ്മൾ കണ്ടോളൂ. പക്ഷേ ഈ കാരണം കൊണ്ട്, ഈ സാമ്പത്തിക കാരണങ്ങൾ കൊണ്ട് ഇടതുപക്ഷം ഉയർത്തുന്ന, നമ്മുടെ രാജ്യത്തെ ബാധിക്കുന്ന അതീവ ഗുരുതരമായ പ്രശ്നങ്ങളിൽ ഇടതുപക്ഷം ഉയർത്തുന്ന ആശങ്കകളെ കണ്ടില്ലെന്ന് നടിക്കാൻ മാധ്യമങ്ങൾക്ക് എങ്ങനെയാണ് കഴിയുക? സാമൂഹ്യ വികാസത്തിന്റെ ഏത് വഴിയിൽ വെച്ചാണ് സാമൂഹ്യ പ്രതിബദ്ധതയുടെ മൂല്യങ്ങൾ നമ്മുടെ മാധ്യമങ്ങൾക്ക് കൈമോശം വന്നു പോയി? എല്ലാ കാലത്തെയും പോലെയാണോ ഈ കാലം? ഇന്ത്യ വലിയ തകർച്ചയെ നേരിടുകയാണ്. നമ്മുടെ രാഷ്ട്രം വലിയ തകർച്ചയെ നേരിടുകയാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങൾ മുഴുവൻ വിറ്റഴിക്കുന്നു. ഇപ്പൊ BPCL വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുകയാണ്. BPCL വിൽക്കുകയാണ്. ഓർഡിനൻസ് ഫാക്ടറി ബോർഡ് 7 കമ്പനികളായി വെട്ടിമുറിച്ചു. ഏതെങ്കിലും ഒരു മാധ്യമം വൈകുന്നേരം ചർച്ച ചെയ്തിട്ടുണ്ടോ? ഓർഡിനൻസ് ഫാക്ടറി ബോർഡ് എന്നാൽ ഇന്ത്യൻ മിലിറ്ററിക്ക് വേണ്ടി ആയുധം നിർമ്മിക്കുന്ന 42 ഫാക്ടറികൾ അടങ്ങുന്നതാണ് ഓർഡിനൻസ് ഫാക്ടറി ബോർഡ്. ആയുധ നിർമ്മാണശാലയാണ് ഇന്ത്യയുടെ. അത് 7 കമ്പനികളാക്കി മാറ്റി. ഇനി അത് വിൽക്കാൻ പോവാണ്, സ്വകാര്യ മുതലാളിക്ക് കൊടുക്കാൻ പോവാണ്. ഇന്ത്യൻ സൈന്യത്തിന്റെ ആത്മവിശ്വാസത്തെയും പ്രഹരശേഷിയെയും നേരിട്ട് ബാധിക്കാൻ പോകുന്നു എന്ന ആശങ്കയാണ് പല കേന്ദ്രങ്ങളും ഉയർത്തുന്നത്. വലിയ രാജ്യസ്നേഹമാണ് പ്രസംഗിക്കുന്നത്. ഇന്ത്യൻ പട്ടാളത്തിന് വേണ്ടി ആയുധം നിർമ്മിക്കുന്ന ഫാക്ടറികളെ തുച്ഛമായ വിലയ്ക്ക് വിറ്റ് കാശ് വാങ്ങാൻ പോകുന്നു ഇന്ത്യ ഗവൺമെന്റ്. ഈ ഭാവിയെക്കുറിച്ച് ഉത്കണ്ഠയുള്ളവർ ചർച്ച ചെയ്യണ്ടേ? ഏതെങ്കിലും ഒരു മാധ്യമം ഇത് ചർച്ച ചെയ്തിട്ടുണ്ടോ? ഈ നീക്കത്തിനെതിരായി അവിടുത്തെ 70,000-ഓളം വരുന്ന ജീവനക്കാർ സമരം ആരംഭിച്ചു. അപ്പൊ നീക്കം നിർത്തിവെച്ചു. പാർലമെന്റ് കൂടി അവർക്ക് സംഘടിക്കാനുള്ള അവകാശം നിയമം മൂലം ഇല്ലാതെയാക്കി. എന്നിട്ട് 7 കമ്പനികളായി വെട്ടിമുറിച്ചു. ഇനി സ്വകാര്യവൽക്കരിക്കാൻ പോവുക. ഈ രാജ്യത്ത് ചർച്ച ചെയ്തിട്ടുണ്ടോ? മാധ്യമങ്ങൾ അതിന്റെ ദൗത്യം ഏറ്റെടുത്തിട്ടുണ്ടോ? ഓർഡിനൻസ് ഫാക്ടറി ബോർഡും BPCL മാത്രമല്ല, പൊതുമേഖലാ സ്ഥാപനങ്ങൾ ആകെ അതുമാത്രവുമല്ല, ദേശീയപാത വിൽക്കുന്നു. നമ്മൾ ആരെങ്കിലും സ്വപ്നത്തിൽ കരുതിയിട്ടുണ്ടോ? എങ്ങനെയാണ് റോഡ് വിൽക്കുക? അളന്ന് മുറിച്ച് വിൽക്കാൻ പോവാണ്. തിരുവനന്തപുരം മുതൽ കൊച്ചി വരെ ഒരു മുതലാളിക്ക് കൊടുക്കാൻ പോവാണ്. കൊച്ചി മുതൽ കോഴിക്കോട് വരെ വേറൊരു മുതലാളിക്ക് കൊടുക്കാൻ പോവാണ്. നിങ്ങളുടെ വണ്ടി നാളെ ആ റോഡിലൂടെ ഓടണമെങ്കിൽ ആ ഭാഗം വിലയ്ക്ക് വാങ്ങിയിട്ടുള്ള മുതലാളിക്ക് കപ്പം കൊടുക്കേണ്ടി വരും. റെയിൽവേ സ്വകാര്യവൽക്കരിക്കാൻ പോകുന്നു. കുറച്ച് സ്വകാര്യ തീവണ്ടികൾ വരുമെന്നത് മാത്രമല്ല, മുറിച്ചു വെക്കാൻ പോവാണ്. മനസ്സിലായോ? അലുവ മുറിക്കുന്ന പോലെ മുറിച്ചു വെക്കാൻ പോവാണ്. ഓരോ മുതലാളിയും നിശ്ചിത കിലോമീറ്റർ വാങ്ങാൻ പോവാണ് തീവണ്ടി പാളം. അതിലൂടെ ഇനി തീവണ്ടി ഓടിയാൽ ആ മുതലാളിക്ക് കപ്പം കൊടുക്കേണ്ടതായി വരും. രാജ്യത്തെ വൈദ്യുത ലൈനുകൾ, ഇലക്ട്രിസിറ്റി ലൈൻ വിൽക്കാൻ പോവുകയാണ്. ടെലിഫോൺ കേബിളുകൾ വിൽക്കാൻ പോവുകയാണ്. മൊബൈൽ ടവറുകൾ വിൽക്കാൻ പോവുകയാണ്. വിമാനത്താവളങ്ങൾ, തുറമുഖങ്ങൾ, ഓരോ തരി മണ്ണും വിൽക്കാൻ പോവുകയാണ്. ഒരു രാജ്യത്തെ കഷണങ്ങളായി മുറിച്ച് ഓരോ തരി മണ്ണും വിൽപ്പനയ്ക്ക് വെക്കുമ്പോ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഏതെങ്കിലും ഒരു മലയാളത്തിലെ മാധ്യമം തയ്യാറായിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു മാധ്യമം മുഖപ്രസംഗം എഴുതിയിട്ടുണ്ടോ? ഈ രാജ്യത്തോട് പ്രതിബദ്ധതയില്ലാതെ ഏത് ഭാഷയിലാണ് നിങ്ങൾ സംസാരിക്കുന്നത്? ഈ രാജ്യത്തെ ജനങ്ങൾ സ്വന്തം രാജ്യം നാളെയും നിലനിൽക്കുമോ എന്ന ആശങ്കയിൽ നിൽക്കുന്നു. ഇത് സാമ്പത്തിക പരിഷ്കാരങ്ങളെ കുറിച്ചുള്ള ചില കാര്യങ്ങളാണ് ഞാൻ സൂചിപ്പിച്ചത്. ഓരോ തരി മണ്ണും അക്ഷരാർത്ഥത്തിൽ വിൽക്കുകയാണ്. എല്ലാം വിൽക്കുകയാണ്. ഒരു വശത്ത് മറുവശത്തോ ഈ രാജ്യത്തിന്റെ നിലനിൽപ്പിനെ, ഇന്ത്യ എന്ന രാഷ്ട്രത്തിന്റെ നിലനിൽപ്പിനെ ഏറ്റവും പ്രതികൂലമായി ബാധിക്കുന്ന, ആശങ്കയിലാഴ്ത്തുന്ന മതനിരപേക്ഷത എന്ന ആധാരശില തച്ചു തകർക്കുന്ന ദൗത്യം ഇന്ത്യ ഗവൺമെന്റ് തന്നെ ഏറ്റെടുക്കുകയാണ്. ഇന്ത്യ ഗവൺമെന്റ് ഇന്ത്യയുടെ ശത്രുക്കളായി മാറുന്നു. അതാണ് പ്രത്യേകത. ഇന്ത്യ വിരുദ്ധർ ഇന്ന് ഇന്ത്യ ഭരിക്കുന്നു. ഇന്ത്യയുടെ നിർമ്മിതിയിൽ ഒരു പങ്കുമില്ലാത്തവർ. ഇന്ത്യയുടെ നിർമ്മിതി എന്നാൽ സ്വാതന്ത്ര്യ സമരമാണ്. ആ സ്വാതന്ത്ര്യ പ്രക്ഷോഭത്തിൽ ഒരു പങ്കും വഹിച്ചിട്ടില്ലാത്തവർ, കാഴ്ചക്കാരായി പോലും നിന്നിട്ടില്ലാത്തവർ, സ്വാതന്ത്ര്യ സമരത്തെ തള്ളിപ്പറഞ്ഞവർ,
ഇന്ന് ഇന്ത്യയുടെ ഭരണാധികാരികളായി മാറി. അവർ ഇന്ത്യയെ തകർക്കാനുള്ള നടപടി സ്വീകരിക്കുകയാണ്. മതനിരപേക്ഷതയില്ലാതെ അരനിമിഷം ഇന്ത്യക്ക് ജീവിക്കാനാവില്ല. ഇന്ത്യയുടെ അടിസ്ഥാന ശില മതനിരപേക്ഷതയാണ്, വൈവിധ്യങ്ങളുടെ ഭൂമിയാണ്. ഇന്ത്യ ആരുടേത് എന്ന ചോദ്യം പ്രസക്തമാണ്. ഈ രാഷ്ട്രം ആരുടേതാണ്? ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഈ ചോദ്യം ഉയർന്നു വന്നിട്ടുണ്ട്. ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഒരിക്കൽ HV കാമത്ത് അഭിപ്രായപ്പെട്ടു, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നതിന് പകരം ഇൻ ദ നെയിം ഓഫ് ഗോഡ് എന്നാവണം. അദ്ദേഹം ഒരു പുതിയ ആശയം മുൻപോട്ട് വെക്കുകയാണ്. ഞങ്ങൾ ഇന്ത്യയിലെ ജനങ്ങൾ എന്നാരംഭിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ ആദ്യ വാചകത്തിന് പകരം ദൈവനാമത്തിൽ എന്നാരംഭിക്കണം. ഇതാണ് അദ്ദേഹത്തിന്റെ ആശയം. അദ്ദേഹത്തിന്റെ വാദഗതികളെ എതിർത്തുകൊണ്ട് തുടർന്ന് സംസാരിച്ചത് ഹൃദയനാഥ് കുൻസുറുവായിരുന്നു. കുൻസുറു ഏറ്റവും മൗലികമായി ചോദ്യം മുൻപോട്ട് വെക്കുന്നുണ്ട്. അദ്ദേഹം ചോദിക്കുന്നു, ഇന്ത്യ ആരുടേത്? അതിന് അദ്ദേഹം പറയുന്ന മറുപടി, ഇന്ത്യ എല്ലാവരുടെയുമാണ്. ഈ രാജ്യത്ത് ജീവിക്കുന്ന സകല മനുഷ്യരുടേതുമാണ് ഇന്ത്യ. അപ്പോ നിങ്ങൾ ദൈവനാമത്തിൽ എന്ന് എഴുതി വെച്ചാലോ? ഈ ഇന്ത്യ വിശ്വാസികളുടേതും അവിശ്വാസികളുടേതും നിരീശ്വരവാദികളുടേതും സകല മതത്തിൽപ്പെട്ടവരുടേതും മതമില്ലാത്തവരുടേതും എല്ലാമാണ് ഇന്ത്യ. അപ്പൊ നിങ്ങൾ ഇത് ദൈവനാമത്തിൽ എന്ന് എഴുതി വെച്ചാലോ? ഹൃദയനാഥ് കുൻസുർ പറയുന്നു, അപ്പോ ദൈവവിശ്വാസി അല്ലാത്ത ഒരു ഇന്ത്യക്കാരനെ സംബന്ധിച്ചിടത്തോളം ഭരണഘടന വായിക്കുമ്പോൾ ദൈവനാമത്തിൽ ഇതെന്റെ രാജ്യമല്ല എന്ന് തോന്നും. ഇത് വിശ്വാസികളുടെ മാത്രം രാജ്യമാണ്, വിശ്വാസമില്ലാത്തവരുടെ രാജ്യമല്ല എന്ന തോന്നലുണ്ടാവും. എന്നാൽ ഇന്ത്യ എന്ന രാഷ്ട്രം വിശ്വാസികളുടെയും വിശ്വാസമില്ലാത്തവരുടെയും ഹിന്ദുവിന്റെയും മുസൽമാന്റെയും ക്രൈസ്തവന്റെയും പാഴ്സിയുടെയും സിഖുകാരന്റെയും ബൗദ്ധന്റെയും ജൈനന്റെയും മതരഹിതന്റെയും എല്ലാമാണ് ഇന്ത്യ. ഈ രാജ്യത്ത് ജീവിക്കുന്ന സകല മനുഷ്യരുടെയുമാണ് ഇന്ത്യ. വിശ്വാസ വൈവിധ്യങ്ങളുടേതാണ് ഇന്ത്യ. ആ വൈവിധ്യങ്ങളെയെല്ലാം പോർലേൽക്കാതെ സംരക്ഷിക്കുമ്പോഴാണ് ഇന്ത്യ ഇന്ത്യയായി. അതുകൊണ്ട് ഭരണഘടനയുടെ ആമുഖം ആരംഭിക്കേണ്ടത് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് തന്നെയായിരിക്കണം എന്നാണ് ഹൃദയനാഥ് കുൻസുറു സമർത്ഥിക്കുന്നത്. കുൻസുറുവിന്റെ വാദഗതിയെയാണ് പണ്ഡിറ്റ് നെഹ്റു പിന്തുണച്ചത്. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി അംഗീകരിച്ചത് ഈ വാദഗതിയെയാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഭരണഘടന വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് ആരംഭിക്കുന്നത്. ആ ആമുഖത്തിൽ ഇന്ത്യ മതനിരപേക്ഷ റിപ്പബ്ലിക്കാണ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. കാരണം മതനിരപേക്ഷ റിപ്പബ്ലിക് അല്ലാതെ ഇന്ത്യക്ക് നിലനിൽക്കാൻ പറ്റില്ല. എന്നാൽ ആ മതനിരപേക്ഷത എന്ന ആശയത്തെ കടുകുമണിയോളം പോലും ഉൾക്കൊള്ളാത്ത, മതനിരപേക്ഷതയെ അംഗീകരിക്കാത്ത മതരാഷ്ട്രവാദികളാണ് RSS. RSS ആണ് ഇന്ന് ഇന്ത്യ ഗവൺമെന്റിനെ നിയന്ത്രിക്കുന്നത്. RSSന്റെ പ്രഖ്യാപിത അജണ്ട മതരാഷ്ട്ര നിർമ്മിതിയാണ്. മതരാഷ്ട്ര നിർമ്മിതി എന്ന് പറയുമ്പോൾ പലരും അതിനെ എങ്ങനെയൊക്കെയാണ് ധരിക്കുക എന്ന് പറയാൻ പറ്റില്ല. RSSന്റെ മതരാഷ്ട്രത്തിൽ ില്ല, അത് വിചാരധാരയിൽ എഴുതിയിട്ടുണ്ട്. ക്രൈസ്തവരില്ല, കമ്മ്യൂണിസ്റ്റുകാരില്ല. വിചാരധാരയിൽ ഈ മൂന്ന് കൂട്ടരെ കുറിച്ചാണ് എഴുതിയിട്ടുള്ളത്. തുടച്ചു നീക്കേണ്ട വിപത്തുകൾ, ആഭ്യന്തര ഭീഷണികൾ ഈ മൂന്ന് കൂട്ടരായിട്ടാണ് കാണുന്നത്. എന്നാൽ അതിനു പുറമെ മറ്റു ചിലരെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിലൊന്ന് പ്രധാനമായും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളാണ്. അവർ ഇന്ത്യയുടെ ശത്രുക്കളായിട്ടാണ് RSS എല്ലാ കാലത്തും കണക്കാക്കിയിട്ടുള്ളത്. കേരളത്തിൽ ജാതീയതയെ വലിയൊരളവോളം തുടച്ചു നീക്കാൻ കഴിഞ്ഞതുകൊണ്ട് മറ്റ് സംസ്ഥാനങ്ങളിലെ RSSന്റെ അതേ സമീപനം ഇവിടെ എടുക്കാൻ കഴിയില്ല. ഇന്ത്യയിലെ കേരളം ഒഴികെയുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും RSSന്റെ കാര്യാലയങ്ങൾക്കകത്തേക്ക് കടക്കണമെങ്കിൽ പൂണൂൽ ധരിക്കണം. എന്ന് വെച്ചാൽ ബ്രാഹ്മണന് മാത്രമേ സാധിക്കൂ. ജാതീയതയുടെ വക്താക്കളായി നിലനിൽക്കുകയാണ്. അപ്പോ ഈ കൂട്ടരെയും ഈ രാജ്യത്ത് നിന്ന് തുടച്ചു നീക്കേണ്ടവരായാണ് RSS കണക്കാക്കുന്നത്. ഇനി ഇതിലൊന്നും പെടാത്തവരാണെങ്കിലും, സവർണ ഹൈന്ദവനാണെങ്കിലും, അവൻ നിരപേക്ഷവാദിയാണെങ്കിൽ RSSന്റെ ശത്രുവാണ്. നരേന്ദ്ര ദാബോൽക്കറെ വെടിവെച്ച് കൊന്നത് അദ്ദേഹം മുസ്ലിം ആയതുകൊണ്ടല്ല, ക്രിസ്ത്യാനി ആയതുകൊണ്ടല്ല, പട്ടികജാതിക്കാരനായതുകൊണ്ടല്ല. RSSന്റെ വർഗീയ അതിക്രമങ്ങളെ എതിർക്കുന്നവനായിരുന്നു എന്നതാണ്. ശാസ്ത്രബോധം, യുക്തിചിന്ത ഇതിനെയെല്ലാം പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളായിരുന്നു എന്നതുകൊണ്ടാണ്. ഗോവിന്ദ പൻസാരെ മുസൽമാനായിരുന്നില്ല, ശാന്തനുഭൂമിക്ക് മുസൽമാനായിരുന്നില്ല, ഗൗരി ലങ്കേഷ് മുസൽമാനല്ല, MM കൽബുർഗി മുസൽമാനല്ല, ക്രൈസ്തവനല്ല. ഇവരെല്ലാം കൊല്ലപ്പെട്ടു. അതിന്റെ അർത്ഥം
നിങ്ങൾ കൊല്ലപ്പെടാൻ മതനിരപേക്ഷ ചിന്താഗതിക്കാരനാണ് എന്ന ഒറ്റ കാരണം മതി, കൊന്നുകളയും. അതാണ് രാഷ്ട്രീയം. മതനിരപേക്ഷതയുടെ അവസാന ശിലയും തകർത്തെറിഞ്ഞ് ഇന്ത്യയെ കോടാനുകോടി മനുഷ്യരുടെ ശവപ്പറമ്പാക്കിയാലും വേണ്ടില്ല, തങ്ങളുടെ വർഗീയ രാഷ്ട്രമായി ഇന്ത്യയെ മാറ്റണം എന്ന നിലപാട് സ്വീകരിക്കുകയാണ് RSS. പറയുകയാണ്, ഞങ്ങൾ മതനിരപേക്ഷതയെ അംഗീകരിക്കുന്നില്ല, ഞങ്ങൾ മതരാഷ്ട്രം ഉയർത്തിപ്പിടിക്കുന്നു. ഇത് പരസ്യമായിട്ട് പറയുകയാണ്. ആ മതരാഷ്ട്രവാദമാണ് ഗാന്ധിയെ കൊന്നത്. ഗാന്ധിയെ കൊന്നത് ഗോഡ്സെ എന്നാണ് എല്ലായിടത്തും എഴുതി വെക്കുക. ഗോഡ്സെ ഒരു കൊലയാളി. ഗോഡ്സെ എന്തിന് ഗാന്ധിയെ കൊന്നു? ഗോഡ്സയുടെ കയ്യിൽ നിന്ന് ഗാന്ധി കാശ് കടം വാങ്ങിയിട്ട് തിരിച്ചു കൊടുക്കാത്തുള്ള വിരോധം കൊണ്ട് വെടിവെച്ചു വന്നതാ? വ്യക്തിപരമാണോ? വ്യക്തിപരമല്ല എന്ന് ഗോഡ്സെ തന്നെ പറഞ്ഞിട്ടുണ്ട്. വ്യക്തിപരമല്ല. 1948 ജനുവരി 30 ഗാന്ധിജി കൊല്ലപ്പെടുന്നു. പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്ത് പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നു. മഹാത്മാഗാന്ധിയുടെ ഇളയ പുത്രൻ ദേവദാസ് ഗാന്ധി പിതാവിന്റെ മരണവാർത്ത അറിഞ്ഞ് പെട്ടെന്ന് വെപ്രാളപ്പെട്ട് അദ്ദേഹം പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് ഓടിയെത്തുന്നുണ്ട്. അവിടെ എത്തിയപ്പോ ഗാന്ധിയായ ഗോഡ്സെ അവിടെ നിൽക്കുന്നു. മുഖാമുഖം കാണുന്നു ദേവദാസ് ഗാന്ധിയും ഗോഡ്സെയും. ഗോഡ്സെയ്ക്ക് ഒരു ചാഞ്ചല്യവും ഉണ്ടായില്ല. അദ്ദേഹം ദേവദാസ് ഗാന്ധിയുടെ അടുത്തേക്ക് നടന്നു വന്നിട്ട് പറഞ്ഞു, ഞാൻ ഗോഡ്സെ, ഹിന്ദു രാഷ്ട്രയുടെ പത്രാധിപർ. ഒരു മാധ്യമ പ്രവർത്തകനായിരുന്നു ഗോഡ്സെ എന്ന് ഓർക്കണം. ഗാന്ധിജിയും മാധ്യമ പ്രവർത്തകനായിരുന്നു. ഞാൻ കൂടുതൽ വിശദീകരണങ്ങളില്ലാതെ ആ കാര്യം ഒന്നുകൂടി ആവർത്തിച്ച് പറയാൻ മാത്രം ഉദ്ദേശിക്കുന്നു. ഗാന്ധിജി മാധ്യമ പ്രവർത്തകനായിരുന്നു, ഗോഡ്സെയും മാധ്യമ പ്രവർത്തകനായിരുന്നു. അതവിടെ നിൽക്കട്ടെ. അദ്ദേഹം ദേവദാസ് ഗാന്ധിയോട് തന്റെ സംസാരം തുടരുകയാണ്. എനിക്കറിയാം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ദുഃഖഭരിതമായ ദിനമാണെന്ന്. അതാണ് വാക്ക്. സ്വന്തം പിതാവിന്റെ മരണവാർത്ത അറിഞ്ഞ് ഹൃദയം തകർന്നു നിൽക്കുന്ന ദേവദാസ് ഗാന്ധിയോട് ഗാന്ധിജിയുടെ ഘാതകനായ ഗോഡ്സെ പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ദുഃഖഭരിതമായ ദിനമാണെന്ന് എനിക്കറിയാം. ഞാനാണ് അതിന് കാരണക്കാരൻ. നിങ്ങളുടെ പിതാവിനെ കൊന്നത് ഞാനാണ്. പക്ഷേ നിങ്ങൾ ദയവായി എന്നെ വിശ്വസിക്കണം, എനിക്ക് നിങ്ങളുടെ പിതാവിനോട് ഒരു ശത്രുതയും ഉണ്ടായിരുന്നില്ല. ഇതാണ് വാക്ക്. വ്യക്തിപരമായി ഒരു വിദ്വേഷവും ഉണ്ടായിരുന്നില്ല. നിങ്ങളുടെ പിതാവിനോട് എനിക്കൊരു വെറുപ്പും ഉണ്ടായിരുന്നില്ല. വ്യക്തിപരമായ ഒരു ശത്രുതയും അകൽച്ചയും നിങ്ങളുടെ പിതാവുമായി എനിക്കുണ്ടായിരുന്നതേയില്ല. ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ ദേവദാസ് ഗാന്ധി ഗോഡ്സെയോട് ചോദിക്കുന്നുണ്ട്, പിന്നെ നിങ്ങൾ എന്തിനെന്റെ പിതാവിനെ കൊന്നു? ഇതാണ് ചോദ്യം. പിതാവിന്റെ വിയോഗത്തിന്റെ മുൻപിൽ മനസ്സു തകർന്നു നിൽക്കുന്ന ദേവദാസ് ഗാന്ധി പിതാവിന്റെ കൊലയാളിയോട് ചോദിക്കുന്നു, വ്യക്തിപരമായ ഒരു ശത്രുതയുമില്ലെങ്കിൽ നിങ്ങൾ എന്തിനെന്റെ പിതാവിനെ കൊന്നു? ആ ചോദ്യത്തിന് ഗോഡ്സെ പറഞ്ഞൊരു മറുപടിയുണ്ട്. ഇന്ത്യ ഒരു കാലത്തും മറന്നുപോകാൻ പാടില്ലാത്തൊരു മറുപടി. ആ മറുപടി ഇതായിരുന്നു, ദ റീസൺ ഈസ് പൊളിറ്റിക്കൽ, പ്യുവർലി ആൻഡ് പൊളിറ്റിക്കൽ അലോൺ. ഇതാണ് ഗോഡ്സെയുടെ വാചകം. The reason is political, purely political and political alone. രാഷ്ട്രീയമാണ് കാരണം, രാഷ്ട്രീയമല്ലാതെ മറ്റൊന്നുമല്ല. രാഷ്ട്രീയമാണ് കാരണം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ആ രാഷ്ട്രീയം എന്ത് എന്ന് എനിക്ക് നിങ്ങളോട് വിശദീകരിച്ച് തരണമെന്നുണ്ട്. പക്ഷെ അതിനൊരു അരമണിക്കൂർ സമയം വേണം. ഈ പോലീസുകാർ അതിനെന്നെ അനുവദിച്ചാൽ ഞാനത് വിശദീകരിക്കാം. പക്ഷെ പോലീസ് അതിന് അനുവദിച്ചില്ല. അദ്ദേഹത്തെ പിടിച്ചു നേരെ ലോക്കപ്പിലേക്ക് കൊണ്ടുപോയി. അതുകൊണ്ട് അദ്ദേഹത്തിന് അത് വിശദീകരിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിൽ വെച്ച് ദേവദാസ് ഗാന്ധിയോട് വിശദീകരിക്കാൻ കഴിയാതെ പോയ ആ രാഷ്ട്രീയ കാരണം പിന്നീട് ഗാന്ധി വധ വിചാരണാവേളയിൽ കോടതിയിൽ ഗോഡ്സെ പറയുന്നുണ്ട്, വിശദീകരിക്കുന്നുണ്ട്, എന്തിന് ഗാന്ധിയെ കൊന്നു എന്ന വിശദീകരണം. പിന്നീട് ഗോപാൽ ഗോഡ്സെ അത് വൈ ഐ അസാസിനേറ്റഡ് ഗാന്ധി എന്ന പേരിൽ ഒരു പുസ്തകമായി ഇറക്കിയിട്ടുണ്ട്. നമ്മുടെ മുമ്പിൽ ആ പുസ്തകമുണ്ട്. മുൻപോട്ട് വെക്കുന്നത് 1923 6ാമത്തെ മാപ്പപേക്ഷയ്ക്ക് ശേഷം അണ്ടമാനിലെ സെല്ലുലാർ ജയിലിൽ നിന്ന് വിമോചിതനായ VD സവർക്കർ എഴുതിയ ഒരു പുസ്തകമുണ്ട് 1923. ആ പുസ്തകത്തിന്റെ പേര് ദ എസൻഷ്യൽസ് ഓഫ് ഹിന്ദുത്വ എന്നാണ്. ആ പുസ്തകം വായിച്ച് ആവേശഭരിതനായാണ് 1925 ഹെഡ്ഗേവാർ രത്നഗിരിയിൽ ചെന്ന് സവർക്കറുമായി കൂടിക്കാഴ്ച നടത്തി അദ്ദേഹത്തിൽ നിന്ന് ഉപദേശങ്ങൾ സ്വീകരിച്ച് എല്ലാ അനുഗ്രഹാശസ്സുകളോടെയും 1925 ഏപ്രിൽ മാസത്തിൽ
സവർക്കറും ഹെഡ്ഗവാറും കൂടിക്കാഴ്ച നടത്തുന്നു. ഒക്ടോബറിൽ RSS രൂപീകരിക്കുന്നു. ആ RSS ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയമാണ് സവർക്കർ ആവിഷ്കരിച്ച ഹിന്ദു രാഷ്ട്ര പദ്ധതിയാണ് ഗോഡ്സെയെ കൊണ്ട് ഗാന്ധിയെ കൊല്ലിച്ചത്. ഗോഡ്സെയെ അനുഗ്രഹിച്ച് ആനയിച്ച് വിട്ടത് സവർക്കറാണ്. വിജയശ്രീലാളിതരായി വരൂ എന്നാണ് ആശ്രയിച്ചു വിടുന്നത്. എന്തിന്? ഗാന്ധിജിയെ കൊല്ലാൻ വിടുകയാണ്, പറഞ്ഞു വിടുകയാണ്. ഗാന്ധിയെ കൊന്നത് ഗോഡ്സെയല്ല, ഗാന്ധിയെ കൊന്നത് രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയമാണ് ഇന്ന് ഇന്ത്യയിൽ അധികാരത്തിലെത്തിയിട്ടുള്ളത്. രാഷ്ട്രപിതാവിനെ കൊന്ന ആ രാഷ്ട്രീയം മതനിരപേക്ഷ രാഷ്ട്രത്തെ കൊല്ലാൻ വെമ്പി നിൽക്കുകയാണ്. ആ സമയത്ത് ഗാന്ധി അനുസ്മരണ ലേഖനം എഴുതാൻ RSSന്റെ മേധാവി മോഹൻ ഭാഗവതനെ തിരഞ്ഞെടുത്ത മാതൃഭൂമി എന്ന വർത്തമാനകാല അശ്ലീലത്തിന്റെ മുൻപിൽ നിന്നാണ് നമ്മൾ ഈ മാധ്യമ സെമിനാർ നടത്തുന്നത് എന്നോർത്തോളണം. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഗാന്ധി അനുസ്മരണ ലേഖനം മോഹൻ ഭാഗവത് എഴുതുകയാണ്, RSS എഴുതുകയാണ്. ഈ നിലയിലേക്ക് എങ്ങനെ നമ്മുടെ ഈ കാലമെത്തി, നമ്മുടെ മാധ്യമങ്ങൾ എത്തി? ഈ ഒരൊറ്റ ഉദാഹരണം കൊണ്ട് നമ്മുടെ മാധ്യമങ്ങൾ ഇന്ന് സ്വീകരിക്കുന്ന അത്യന്തം അപകടകരമായ വിനാശകരമായ നിലപാട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. രാജ്യം പ്രായേണ മരണത്തോടടുക്കുമ്പോൾ, ഇന്ത്യയുടെ ഈടുവയ്പ്പുകളെല്ലാം നഷ്ടപ്പെട്ടു പോകുമ്പോൾ, മതരാഷ്ട്രമാകാൻ വെമ്പി ഇന്ത്യയെ രാഷ്ട്രമാകാനുള്ള വെമ്പലുമായി ഇന്ത്യയെ നയിക്കുന്ന ഗവൺമെന്റ് അധികാരത്തിലിരിക്കുമ്പോൾ, നാളെ എന്റെ രാഷ്ട്രം ഒരു ശവപ്പറമ്പായി മാറുമോ എന്ന് മനുഷ്യർ ആശങ്കപ്പെടുമ്പോൾ, ഈ രാഷ്ട്രീയത്തെ പിന്തുണയ്ക്കുന്നുവെങ്കിൽ, ഇതിനെതിരെ ഉയരുന്ന വിമർശനങ്ങളെ പരിഹസിക്കുന്നുവെങ്കിൽ, അതിനെ ഇകഴ്ത്തുന്നുവെങ്കിൽ, വാക്കുകൊണ്ടും മൗനം കൊണ്ടും ഇന്ത്യൻ വലതുപക്ഷ രാഷ്ട്രീയത്തിന് ഇന്ധനം പകരുന്നവരായി നിൽക്കുന്നുവെങ്കിൽ, ഈ രാജ്യത്തിന്റെ ശത്രുപക്ഷത്ത് ഇന്ത്യൻ ഭരണാധികാരികളോടൊപ്പം ഇന്ത്യയിലെ ഒരു കൂട്ടം മാധ്യമങ്ങളും അണിനിരക്കുന്നു എന്ന് നമുക്ക് പറയേണ്ടതായി വരും. ഈ അപകടകരമായ വർത്തമാനകാല പരിസരത്ത് നിന്നുകൊണ്ടാണ് നാം ഏതൊരു രാഷ്ട്രീയ വിഷയവും ചർച്ചയ്ക്കെടുക്കുന്നത് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഏതായാലും DYFIയുടെ സെമിനാർ അല്ലേ എന്ന് കരുതി മഴ ഇത്തിരി മടിച്ചു നിൽക്കുകയാണ്. ഹർഷന്റെ പ്രസംഗം കൂടി കഴിയുമ്പോൾ മഴ പെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. DYFIയുടെ സമ്മേളനത്തിന് ആതിഥേയക്കുന്ന ഈ പത്തനംതിട്ടയിൽ ഈ സെമിനാർ പോലെ എല്ലാ ഏരിയകളിലും സെമിനാറുകൾ നടക്കുകയാണ്. വിവിധങ്ങളായ വിഷയങ്ങളെ സംബന്ധിച്ച് നമ്മൾ ചർച്ച ചെയ്യുകയാണ്. നൂറുകണക്കിന് ആളുകൾ ആ ചർച്ചകളിൽ, ആ സെമിനാറുകളിലെല്ലാം ഒന്നുചേരുകയാണ്. വ്യത്യസ്ത കാഴ്ചപ്പാടുള്ളവർ അഭിപ്രായങ്ങൾ പങ്കുവെക്കുകയാണ്. ഇത് നമ്മുടെ ജനാധിപത്യത്തിന്റെയും ബഹുസ്വരതയുടെയും കൂടി ഒരു ലക്ഷണമാണ്. നമ്മുടെ നാട്ടിൽ നിലച്ചു പോകാതെ എന്നും കരുത്തോടെ നിലനിൽക്കേണ്ട സംവാദങ്ങളുടെയും ചർച്ചകളുടെയും ഒരു തലമാണ് DYFIയും സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്നത്. അത്തരം സെമിനാറുകളിലൊന്നും പ്രത്യക്ഷപ്പെട്ടുകൂടാ എന്നാണ് ഇപ്പോൾ തന്നെ മതനിരപേക്ഷത വെല്ലുവിളികളെ നേരിടുമ്പോൾ നിശബ്ദരായി പോയ ചില കൂട്ടർ കരുതുന്നത്. അത്തരം ആളുകൾക്കും എന്തെങ്കിലും നേരം വെളുക്കുമെന്ന പ്രതീക്ഷ കൂടി പുലർത്തിക്കൊണ്ട് ഈ സെമിനാർ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതായി അറിയിച്ചുകൊണ്ട് എൻ്റെ യുവാക്കൾ നിർത്തുന്നു. അഭിവാദ്യം. CPIMന്റെ സംസ്ഥാന സെക്രട്ടറി തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം ആദ്യമായി പത്തനംതിട്ട ജില്ലയിലെത്തിയ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സഖാവ് M സ്വരാജിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി സഖാവ് KP ഉദയഭാനു സ്വീകരിക്കുന്നു. അടുത്തായി നമ്മുടെ 24 ന്യൂസിൻ്റെ എന്നാണ് നോട്ടീസിൽ തെറ്റായി അടിച്ചത്.